പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, മാനവസഞ്ചാരത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട മീഡിയ മീറ്റിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യണം. നവംബർ 16 കാസർഗോഡ് നിന്ന് ആരംഭിച്ച മാനവസഞ്ചാരം ഇന്ന് എറണാകുളം ജില്ലയിലെത്തിയിരിക്കുകയാണ്. മാനവ ഐക്യവും സൗഹാർദ്ദവും മതങ്ങൾക്കിടയിൽ ഉണ്ടാകേണ്ട സൗഹാർദ്ദവും കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കേരളത്തിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെയും എല്ലാവരുടെയും ആവശ്യമാണ്. സാമൂഹികമായ ഈ പ്രവർത്തനം വർത്തമാനകാലത്തെ സമകാലിക ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമാണ്, ഒരു രാഷ്ട്രീയമാണ് എന്ന് SYS നിരീക്ഷിക്കുകയാണ്. ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയമെന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് SYSൻ്റെ പ്ലാറ്റിനം ഇയറിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട മാനവസഞ്ചാരത്തിലുടനീളം ഈ ആശയമാണ് സമൂഹത്തിൻ്റെ വിവിധ തട്ടുകളിലുള്ള ആളുകളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രഭാത നടത്തം മുതൽ നമ്മുടെ സമൂഹത്തിൻ്റെ പുരോഗതിക്കും വികസനത്തിനും പ്രത്യേകിച്ചും യുവതലമുറയുടെ വികാസത്തിനും അവരുടെ ക്രിയാത്മകമായ രാഷ്ട്രീയത്തിനും വേണ്ടി യത്നിക്കുന്ന യുവ സംഘടനകളുടെ പ്രതിനിധികളുമായി, സാംസ്കാരിക സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന സ്വാധീനമുള്ള വ്യക്തികളുമായി, അടിത്തട്ട് ജനതയുമായി എല്ലാവരോടും സംസാരിച്ചു കൊണ്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് മാനവസഞ്ചാരം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി നിങ്ങളെയും വിളിച്ചു ചേർക്കുകയും നിങ്ങളെല്ലാവരും എത്തിച്ചേരുകയും ചെയ്തതിൽ സംഘടനയുടെ സന്തോഷം അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരിയാണ് ഈ മാനവസഞ്ചാരം നയിക്കുന്നത്. അതോടൊപ്പം സംഘടനയുടെ സംസ്ഥാന ലീഡേഴ്സ്, ജില്ലാ ലീഡേഴ്സ് ഈ യാത്രയിൽ ഭാഗമായിട്ടുണ്ട്. മാധ്യമപ്രതിനിധികൾക്ക് വേണ്ടി ഒരുക്കിയ ഈ മീറ്റിൽ നിങ്ങൾക്കൊപ്പം സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് താഹ തങ്ങൾ കൂടി സംബന്ധിക്കുന്നുണ്ട്. എല്ലാവരെയും ക്ഷണിക്കുന്നു. മാനവ സൗഹാർദ്ദത്തിൻ്റെ സന്ദേശമോദി ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് SYS നടത്തുന്ന പ്ലാറ്റിനം ഇയർ പ്രോഗ്രാം ഈ മാനവസഞ്ചാരത്തിൽ സമൂഹത്തിലെ വിവിധ തട്ടുകളിലുള്ള ആളുകളെ നേരിട്ട് കണ്ട് അഭിപ്രായം സ്വരൂപിക്കുക എന്നതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാധ്യമ പ്രവർത്തകർ അതിലൊരു മുഖ്യ ഘടകമാണ് എന്ന നിലക്കാണ് ഈ മാധ്യമ വിരുന്ന് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സാധാരണ റിപ്പോർട്ടേഴ്സ് എന്നതിലപ്പുറം മാധ്യമത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ, ഇപ്പോൾ എറണാകുളം പ്രസ് ക്ലബിൻ്റെ പ്രസിഡന്റ് മിസ്റ്റർ ഗോപകുമാർ, അതുപോലെ സെക്രട്ടറി ഷെജിൽ കുമാർ തുടങ്ങിയവർ ഉൾപ്പെടെ ഈ സദസ്സിൽ വിവിധ മീഡിയകളുടെ പ്രതിനിധികൾ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ യാത്രക്കിടയിൽ കർഷകരും തൊഴിലാളികളും കച്ചവടക്കാരും പത്രപ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുമായും എല്ലാം സംവദിച്ചിട്ടുണ്ട്. പ്രധാനമായും ഇന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് എറണാകുളം ഒരു വ്യാവസായിക നഗരമാണ്. അതോടൊപ്പം വിദ്യാഭ്യാസത്തിൻ്റെയും ചികിത്സയുടെയും എല്ലാം വലിയ കേന്ദ്രമായി നിലകൊള്ളുന്ന ഒരു പ്രദേശമാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ
മൈഗ്രേഷൻ കൂടി വരുന്നു എന്നുള്ള ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമല്ല, മൈഗ്രേഷനുള്ളൊരു ഉപാധിയായി സ്വീകരിക്കുന്നത് വിദ്യാഭ്യാസമാണ്. 2011 മുതൽ 2023 വരെയുള്ള കാലയളവിൽ 18 ലക്ഷം പേർ ഇന്ത്യയിൽ നിന്ന് പൗരത്വം ഉപേക്ഷിച്ച് മറ്റു രാജ്യങ്ങളിൽ ചേക്കേറിയിട്ടുണ്ട് എന്നാണ് കണക്ക്. അതുപോലെ ഇപ്പോൾ ജോലി ആവശ്യാർത്ഥവും മറ്റും 13 മില്യൺ അഥവാ 1,30,00,000 ജനങ്ങൾ പുറം രാജ്യങ്ങളിൽ കഴിയുന്നുണ്ട്. US-ലേക്കാണ് ഏറ്റവും കൂടുതൽ പൗരത്വം ഉപേക്ഷിച്ച് പോയിട്ടുള്ളത്. പുതിയ അവസരങ്ങൾ, തൊഴിൽ സാധ്യതകൾ, വിദ്യാഭ്യാസം, സുരക്ഷിതമായ അല്ലെങ്കിൽ നല്ല ജീവിതം എന്ന് പറയുന്ന വായുശുദ്ധി, മറ്റ് സൗകര്യങ്ങൾ എല്ലാം നോക്കിയിട്ടുള്ള ഒരു പലായനം, ഒരു സഞ്ചാരമാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. റിപ്പോർട്ടുകൾ അതാണ് പറയുന്നത്. ഇത് ഒഴിവാക്കുന്നതിന് നമ്മുടെ നാട്ടിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാലയങ്ങളും മറ്റ് സംരംഭങ്ങളും ഉണ്ടാകേണ്ടതുണ്ട്. സ്കോളർഷിപ്പുകൾ, വിവിധ രാജ്യങ്ങളും വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നത് വലിയ സ്കോളർഷിപ്പുകൾ നൽകിയിട്ടാണ്. ഇന്ത്യയും സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്. നമ്മുടെ സ്കോളർഷിപ്പിൻ്റെ തോത് വർദ്ധിപ്പിക്കുകയും വിദ്യാഭ്യാസ രംഗത്ത് വലിയ നിക്ഷേപങ്ങൾ നടത്തുകയും ചെയ്യേണ്ടതുണ്ട്. വിദേശ യൂണിവേഴ്സിറ്റികൾക്ക് ഇങ്ങോട്ട് കടന്നു വരാനുള്ള അവസരങ്ങൾ സുഗമമാക്കുകയും അതിന് സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുക എന്നത് ഈ മൈഗ്രേഷൻ ഒഴിവാക്കാനുള്ള ഒരു കാരണമായിട്ട് നാം കാണുന്നുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എറണാകുളത്ത് ഇവിടുത്തെ ജനങ്ങളിൽ നിന്ന് അവരുമായുള്ള സമ്പർക്കത്തിൽ ഉയർന്നു വന്നൊരു കാര്യം മാലിന്യ പ്രശ്നമാണ്. മാലിന്യ സംസ്കരണം അത് ഗവൺമെൻറ്റിൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ് എന്ന ഒരു കാഴ്ചപ്പാട് മാറുകയും പൗരൻ്റെ ഉത്തരവാദിത്വമാണ് എന്നതിലേക്ക് വരികയും ചെയ്യേണ്ടതുണ്ട്. സ്വാഭാവികമായും ഗവൺമെൻറ് ഏർപ്പെടുത്തേണ്ട വലിയ സൗകര്യങ്ങളും മറ്റും ഗവൺമെൻറ് തന്നെ ഏർപ്പെടുത്തണം. എന്നാൽ മാലിന്യം കുറക്കുക, മാലിന്യം ഇല്ലാതാക്കുക, സീറോ വേസ്റ്റ് എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ സാമൂഹ്യ ബോധം ഉയരുകയും ആ നിലക്കുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട്. ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ രാഷ്ട്രീയ ബോധമുള്ള സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നതാണ് SYSൻ്റെ ഈ പ്ലാറ്റിനം ഇയർ പ്രോഗ്രാമുകൾ ഉദ്ദേശിക്കുന്നത്. ഉത്തരവാദിത്വം, മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന പ്രമേയം അർത്ഥമാക്കുന്നത് ഈ കാര്യമാണ്. ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ കക്ഷി നേതാക്കൾ, യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ എല്ലാവരും വളരെ താല്പര്യപൂർവ്വം ചർച്ചകളിൽ പങ്കെടുക്കുകയും അവരുടേതായ വലിയ ആശയങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. SYS അതെല്ലാം ക്രോഡീകരിച്ച് തിരുവനന്തപുരത്ത് എത്തുന്ന സമയത്ത് ഗവൺമെൻറ്റിന് സമർപ്പിക്കുകയും അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് പദ്ധതികൾ സമർപ്പിക്കുകയും ഒരു സാമൂഹ്യ സംഘടന എന്ന നിലയ്ക്ക് SYSന് ഇക്കാര്യത്തിൽ എന്തെല്ലാമാണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ആലോചിച്ച് പദ്ധതികൾ രൂപപ്പെടുത്താനുമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഇന്ന് വഖഫ് സംരക്ഷണ സമിതിയുടെ ആളുകൾ ഇന്ന് രാവിലത്തെ പ്രഭാത
നടത്തം കഴിഞ്ഞപ്പോൾ വന്ന് കണ്ടിരുന്നു. എന്താണ് അവരുടെ ലക്ഷ്യം, ഇതിലേക്ക് വരാനുള്ള കാരണം എന്താണ് എന്നൊക്കെ ഞങ്ങൾ ചോദിച്ചു. ഈ വിഷയത്തിൽ ഞങ്ങൾ അവരോട് നിർദ്ദേശിച്ചൊരു കാര്യം, വഖഫ് ഒരു മതപരമായ സംജ്ഞയാണ്. അതൊരിക്കലും തന്നെ ഒരു സാമൂഹ്യ പ്രശ്നത്തിന് കാരണമായിക്കൂടാ. അതുകൊണ്ട് അതിൽ കൃത്യമായ പരിഹാരം എന്താണ് എന്നത് മതപണ്ഡിതന്മാരുമായി കൂടിയാലോചിച്ച് അവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളനുസരിച്ച് പ്രവർത്തിക്കണം എന്നുള്ളതാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതുപോലെയുള്ള പ്രധാനപ്പെട്ട മതസംഘടനകളുമായി അവർ കൂടിക്കാഴ്ച നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചിലരുമായി കൂടിക്കാഴ്ച നടത്തി എന്നും പറഞ്ഞു. ഇതിൽ ഗവൺമെൻറ് പരിഹാരത്തിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളതായി നമ്മൾ പത്രങ്ങളിൽ വാർത്തകൾ വായിച്ചിട്ടുണ്ട്. എന്ത് കാരണവശാലും ഇത് മതങ്ങൾക്കിടയിലുള്ളൊരു പ്രശ്നമല്ല എന്ന കാര്യം നമുക്ക് തീർത്ത് പറയാൻ കഴിയും. ഇതൊരു സ്വത്തിനെക്കുറിച്ചുള്ള അവകാശ തർക്കമാണ്. അവകാശ തർക്കം സാധാരണ സ്വത്തിനെക്കുറിച്ചുള്ള അവകാശ തർക്കം പോലെ ആ തർക്കങ്ങൾ തീർക്കുകയാണ് വേണ്ടത്. ഉടമ വഖഫായി എന്നതുകൊണ്ട് അതിനെ ഒരു സ്വത്തുടമയായിട്ടാണ് കാണേണ്ടത്. അതുപോലെ മറ്റു പല വ്യക്തികളുടെ സ്വത്തിലും ആളുകൾ എൻക്രോച്ച് ചെയ്യാറുണ്ട്. അതിനൊക്കെ എന്താണ് പരിഹാരം കാണാറുള്ളത്? അതേ രീതിയിൽ ഈ വിഷയവും ചർച്ച ചെയ്തും അതിൻ്റെ രേഖകൾ പരിശോധിച്ചും കാര്യങ്ങൾ മനസ്സിലാക്കിയും പരിഹരിക്കുകയാണല്ലോ വേണ്ടത്. ഗവൺമെൻറ് അതിനുവേണ്ടിയുള്ളൊരു കമ്മീഷനെ നിയമിച്ചു എന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അത് വളരെ സുഗമമായി പരിഹരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അല്ല, അത് ഞങ്ങൾ തീർപ്പ് പറയേണ്ട ഒരാളല്ല. വഖഫ് ഭൂമിയാണെന്നതാണല്ലോ വിഷയം തന്നെ. അതിൻ്റെ കോർ ഓഫ് ദ സബ്ജക്റ്റ് ഒരു ഭൂമി വഖഫാണെന്ന് ഒരു സംഘടന അഭിപ്രായം പറയുക, അല്ല എന്ന് വേറൊരു സംഘടന അഭിപ്രായം പറയുക, അതല്ലല്ലോ ആ വിഷയത്തിൽ. അത് രേഖ നോക്കിയാൽ കാണാവുന്നൊരു വിഷയമാണ്. അതിന് രേഖ പരിശോധിക്കുകയാണ് വേണ്ടത്. അല്ല, നിലവിലുള്ള തർക്കം ഈ ഭൂമി വഖഫാണ്, അതിൽ കയറിക്കൂടിയ ആളുകൾ അവർ വില കൊടുത്തു വാങ്ങിയതാണെന്ന് പറയുന്നു. വഖഫാണെങ്കിൽ വില കൊടുത്തു വാങ്ങാൻ പറ്റില്ലല്ലോ. ഇതാണ് സമൂഹത്തിൽ നിലനിൽക്കുന്ന ചർച്ച. അത് കുറേ പത്രസമ്മേളനങ്ങളിലും അല്ലെങ്കിൽ ചർച്ചകളിലും അഭിപ്രായം പറയുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ കാര്യത്തിലേക്ക് കടക്കാൻ കൃത്യമായി രേഖ പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണത്. അതിലൊരു ഒരു പ്രത്യേക അഭിപ്രായം പറയുന്നതിൽ കാര്യമില്ല. വഖഫ് എന്താണ്, വഖഫ് ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള വിഷയങ്ങളാണ് അതിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം. അതെ, റിസോർട്ടുകളും ഹോട്ടലുകളൊക്കെ അങ്ങനെയാണോ? ആ ഈ കുടുംബങ്ങൾക്ക് എന്തെങ്കിലും കുടിയിറക്കി ഭീഷണിയോ അവർക്ക് എന്തെങ്കിലും നോട്ടീസോ കിട്ടിയിട്ടുണ്ടോ? ഉണ്ടോ? ഉള്ളത് സർക്കാർ പറഞ്ഞിട്ടില്ല, അത് ചെയ്യില്ല എന്ന് പറഞ്ഞില്ലേ? അതെ. മിനിമലിസം എന്ന് പറയുന്നതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. മിനിമലിസം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അദ്ദേഹം പാലിക്കേണ്ട സാമ്പത്തിക ചെലവുകളിലും മറ്റു കാര്യങ്ങളിലും സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. ഈ പറയുന്നത് മറ്റൊരാളുടെ സ്വത്തിൽ ഒരാൾ കയറിക്കൂടിയാൽ എന്ത് ചെയ്യണം എന്നുള്ള വിഷയമാണ്. അതേസമയത്ത് അവിടെ പാവപ്പെട്ട ആളുകളാണ് എങ്കിൽ അവരെ സമൂഹം എങ്ങനെ കാണണം? SYSനെ സംബന്ധിച്ചിടത്തോളം വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കുക, രോഗികൾക്ക് ചികിത്സയ്ക്ക് സഹായിക്കുക, അതുപോലെയുള്ള സാമൂഹ്യ പ്രശ്നങ്ങളിൽ മുഴുവനും
സേവനപരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരിക എന്നൊരു കാര്യം ചെയ്യുന്ന സംഘടനയാണ്. സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് അത്തരം എന്ത് പദ്ധതിക്ക് വരികയാണെങ്കിലും SYS അതിൻ്റെ കൂടെ നിൽക്കും. വയനാട്ടിലെ ദുരന്തത്തിന് ശേഷം അവിടെ ഗവൺമെൻറ് ഭൂമി നൽകി, സംഘടനകളോട് ഏറ്റെടുക്കാൻ പറഞ്ഞു. SYS ഒരു വിഹിതം ഏറ്റെടുത്തു, വീട് വെച്ചു കൊടുത്തു. ഇപ്പോഴുള്ള ദുരന്തത്തിന് ശേഷം അവിടെ ജനങ്ങൾക്ക് വീടില്ല, വാടക വീട്ടിൽ താമസിക്കുകയാണ്. ചിലർക്ക് വാടക കൊടുക്കാൻ തന്നെ ഒന്നും കിട്ടുന്നില്ല, പ്രശ്നങ്ങളുണ്ട്. അതൊരു പ്രശ്നമാണ്. ആ സോഷ്യൽ പ്രോബ്ലത്തിന് പരിഹാരമായിട്ട് സാമൂഹ്യ സംഘടനകൾ അതിൽ സഹായിക്കണമെന്ന് പറയുമ്പോൾ മുന്നിൽ SYS ഉണ്ടാകും. അത് രണ്ടും തമ്മിൽ യാതൊരു നിലയ്ക്കുള്ള ബന്ധവുമില്ല. അവകാശവാദം ഉന്നയിക്കപ്പെട്ടതുകൊണ്ടാണ് തങ്ങളുടെ ഭൂമിയിൽ റവന്യൂ അവകാശം നിഷേധിക്കപ്പെടുന്നതാണ്. ഇതുവരെ ഒരു പ്രശ്നമില്ലാതിരുന്ന ഒരു ഘട്ടത്തിൽ വളരെ പെട്ടെന്നുണ്ടായ പ്രശ്നമെന്നാണ്. പ്രശ്നം എന്ന് പറയുന്നത് വഖഫ് അവകാശവാദം. ഇതില് ഈ അല്ലെ, വഖഫ് അവകാശവാദം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭൂമിയുടെ മുകളിൽ ചെന്നിട്ട് ഇത് വഖഫാണ് എന്നൊരാൾക്ക് അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ല. ഓണർഷിപ്പിലുള്ളൊരു സാധനം മാത്രമേ വഖഫ് ചെയ്യാൻ പറ്റുകയുള്ളൂ. എൻ്റെ മുതലേ എനിക്ക് വഖഫ് ചെയ്യാൻ പറ്റൂ. റോട്ടിൽ കാണുന്ന ഏതെങ്കിലും ഒരു ഭൂമി കണ്ടിട്ട് അത് വഖഫാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഒരാളുടെ ഉടമസ്ഥതയിലുള്ള വസ്തു മാത്രമാണ് അയാൾക്ക് വഖഫ് ചെയ്യാൻ പറ്റുക. ആശുപത്രി ഉണ്ടാക്കാൻ വഖഫ് ചെയ്തതാണെങ്കിൽ അതിൽ പള്ളി ഉണ്ടാക്കാൻ പറ്റില്ല. കുടിവെള്ളത്തിന് വേണ്ടി വഖഫ് ചെയ്തതാണെങ്കിൽ അത് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് ഈ വഖഫിൻ്റെ നിയമം. അപ്പോൾ എന്തിനു വേണ്ടിയാണോ വഖഫ് ചെയ്തിട്ടുള്ളത് അത് അതിനു വേണ്ടി ഉപയോഗിക്കണം. മുനമ്പത്തെ സംബന്ധിച്ചിടത്തോളം ഈ വഖഫ് ഭൂമി വിൽപ്പന നടത്തിയത് എങ്ങനെയാണ്, പാവപ്പെട്ട ആളുകൾ എങ്ങനെയാണ് ചൂഷണം ചെയ്യപ്പെട്ടത് എന്നതാണ് അവിടുത്തെ ഇഷ്യൂ. ഏതായാലും ഗവൺമെൻറ് അതിനുള്ളൊരു കമ്മീഷൻ ഉണ്ടാക്കിയത് കൊണ്ട് അതിലൂടെ കാര്യങ്ങൾ വ്യക്തമാകും. അതുവരെ കാത്തിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. വഖഫ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്കുമില്ല. വഖഫിൻ്റെ ഉടമസ്ഥാവകാശം പടച്ചവനാണ്. അതിൻ്റെ മേൽനോട്ട ഉത്തരവാദിത്വം ഫാറൂഖ് കോളേജിനാണ് ഉണ്ടായിരുന്നത്, അല്ലേ? ഫാറൂഖ് കോളേജ് എന്ത് തീരുമാനപ്രകാരമാണ് അങ്ങനെ വിൽപ്പന നടത്തിയത്? യഥാർത്ഥത്തിൽ എനിക്കതിൽ ഇപ്പോഴും കൃത്യമായിട്ട് എന്തിനു വേണ്ടി വഖഫ് ചെയ്തതാണ് എന്നെനിക്കറിയില്ല. ഞാൻ ആ രേഖകൾ പരിശോധിച്ചിട്ടില്ല. കോളേജ് ഉണ്ടാക്കാൻ വേണ്ടി വഖഫ് ചെയ്തതാണോ, അല്ലെങ്കിൽ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് വാടകയ്ക്ക് കൊടുത്തിട്ട് ആ വരുമാനം ഫാറൂഖ് കോളേജിൻ്റെ നടത്തിപ്പിനും അവിടുത്തെ കുട്ടികൾക്ക് സ്കോളർഷിപ്പായി ഉപയോഗിക്കാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനാണോ എന്ന് വ്യക്തമല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ എന്തിനു വേണ്ടി വഖഫ് ചെയ്തതെന്ന രേഖ ഇവിടെ പരിശോധിച്ചിട്ടുണ്ട് ആരെങ്കിലും? എങ്കിൽ വരുമാനത്തിന് വേണ്ടിയായിരിക്കണം. വരുമാനത്തിന് വേണ്ടിയാണെങ്കിൽ ആ വഖഫ് ഭൂമിയിൽ വരുമാനത്തിലുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഒരിക്കലും വിൽപ്പന നടത്താൻ പാടില്ല. അപ്പോൾ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തായാലും സർക്കാർ ഈ വിഷയത്തിൽ ഔദ്യോഗികമായ ഒരു അന്വേഷണത്തിലേക്ക് ഇറങ്ങിയ സ്ഥിതിക്ക് അതിനോട് സഹകരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇത് മുനമ്പത്ത് മാത്രമുള്ള പ്രശ്നമല്ല. കേരളത്തിൽ ഒരുപാട് ഭൂമികളിൽ ഈ ഇഷ്യൂസ് ഉണ്ട്. ആ ഇഷ്യൂസ് ഗവൺമെൻറ് പരിഹരിക്കുന്നത് പോലെ ഈ ഇഷ്യൂവും പരിഹരിക്കേണ്ടതാണ്. അതെ, സംരക്ഷണ സമിതിക്കാരെന്താണ് പറയുന്നത് അവരോടും ചോദിക്കാം. അപ്പോൾ ആ വിഷയം തീർന്നു. അല്ല, അത് നമ്മൾ ഓരോ വിഷയങ്ങളിലും നിയമപരമായ വിഷയങ്ങളിലെല്ലാം അഭിപ്രായം പറയുക എന്നുള്ളത് SYSൻ്റെ പോർട്ട്ഫോളിയോയിൽ വരുന്നില്ല. അത് എന്താ പറഞ്ഞത്?
അല്ല, അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വഖഫ് നിയമത്തെക്കുറിച്ചാണ് പറയുന്നത്. ബ്രിട്ടീഷുകാരാണ് വഖഫ് നിയമം ഉണ്ടാക്കിയത് 1936. അതിനുശേഷം ഇന്ത്യ ഗവൺമെൻറ് അതിൽ അമെൻമെൻറ്റുകൾ വരുത്തിയിട്ടുണ്ട്. ഗവൺമെൻറ്റിന് വഖഫ് മാനേജ്മെൻറ്റ്, നിലവിലുള്ള വഖഫിനെ എങ്ങനെ സംരക്ഷിക്കാം, അതിനാണ് വഖഫ് ബോർഡ് നിലകൊള്ളുന്നത്. മാനേജ്മെൻ്റ് അല്ല വഖഫ് ബോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതിലാവശ്യമായ പരിഷ്കരണങ്ങൾ വരുത്തണമെങ്കിൽ ഗവൺമെൻറ്റിന് അത് അവകാശമുണ്ട്. പക്ഷേ അതൊരിക്കലും വഖഫിനെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിലാവാൻ പാടില്ല. ഇപ്പോൾ ഗവൺമെൻറ് കൊണ്ടുവന്ന ബില്ലിൽ ചില അപാകതകളുണ്ട്. അതിൽ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിൽ കേരള മുസ്ലിം ജമാഅത്ത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ വളരെ വ്യക്തമായ അഭിപ്രായങ്ങൾ എഴുതിയിട്ട് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് കൊടുത്തിട്ടുണ്ട്. അടുത്ത പാർലമെൻറ്റിൽ ബില്ല് വരുമെന്ന് പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മൾ കൊടുത്ത വിഷയങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് വരിക എന്നാണ്. എന്തായാലും മാറ്റങ്ങൾ വരുമ്പോൾ വഖഫിൻ്റെ അടിസ്ഥാന സ്വഭാവത്തിനെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിൽ വരാൻ പാടില്ല. അതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. ഇതൊരു സാമുദായിക ഇഷ്യൂ അല്ല. അതാണ് മാധ്യമപ്രവർത്തകർ പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇതൊരു സാമുദായിക ഇഷ്യൂവേ അല്ല. ഇത് സാമുദായിക ഇഷ്യൂ ആക്കി ഉയർത്തുന്നത് മറ്റെന്തെങ്കിലും താല്പര്യത്തിനായിരിക്കും. ഇത് രണ്ട് മതങ്ങൾ തമ്മിലുള്ളൊരു പ്രശ്നമേ അല്ലല്ലോ. ഭൂമിയിൽ താമസിക്കുന്നവരും ഭൂമിയുടെ ഉടമകളും ഇനി ഉടമകൾ ആരാണോ അല്ലേ എന്ന് പറയുന്ന ഒരു 3 ഏജൻസികൾ തമ്മിലുള്ളൊരു പ്രശ്നമാണത്. അത് ആ നിലക്ക് തന്നെ പരിഹരിക്കേണ്ടതാണ്. ഗവൺമെന്റ് ഭൂമി ഒരു 100 വർഷം മുമ്പ് ഒരാൾ വിറ്റു, ഗവൺമെന്റ് അറിയാതെ വിറ്റു. 100 വർഷം അത് ഉപയോഗിച്ചു വന്നു. ഗവൺമെന്റിന് ഇപ്പോൾ മനസ്സിലാകുന്നു ഇത് ഗവൺമെന്റ് ഭൂമി മുൻകാലത്ത് ആരോ കൈയേറ്റം ചെയ്ത് വിൽപ്പന നടത്തിയാണ്. എന്നാൽ എന്താണ് അവിടെ തീരുമാനിക്കുക? ആ പ്രശ്നങ്ങളൊക്കെ ഇവിടെയും വരും. എന്ന് പറഞ്ഞാൽ അവകാശമില്ലാത്ത സ്വത്തിനെ ആരോ വിൽക്കുകയും ആ വിൽപ്പനക്ക് ആരൊക്കെയോ, അന്ന് വിൽപ്പനക്ക് ഒരു അധികാരികളുടെ സമക്ഷത്തിലാണല്ലോ വിൽപ്പന നടക്കുക. അപ്പൊ അങ്ങനെ എന്തൊക്കെയോ ഇവിടെ നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പരിഹാരമാണ് ഇവിടെ വരേണ്ടത്. അതിനാണ് അന്വേഷണം നടക്കണം. അന്വേഷണത്തിലൂടെയാണ് അതിൻ്റെ യഥാർത്ഥ കുറ്റവാളികൾ ആരാണ് എന്ന രീതിയിലാണ് വിഷയങ്ങൾ പോകേണ്ടത്. സാധുക്കളും പാവങ്ങളും ഉള്ളത് അവരെ കൂടെ ജനങ്ങൾ എപ്പോഴും നേരെ നിൽക്കണം. ഇപ്പോഴുള്ള അവിടെ താമസിക്കുന്ന ആളുകൾ കുറ്റക്കാരാണെന്ന് നമ്മൾ പറയുന്നില്ല, അവരെ സംരക്ഷിക്കുകയും വേണം. വഖഫാണ് എന്നതല്ല അവിടുത്തെ പ്രശ്നം എന്നാണ് നമ്മൾ പറഞ്ഞത്. വഖഫാണ് ഭൂമി എന്നതുകൊണ്ടല്ല അവിടുത്തെ പ്രശ്നം. ഉടമസ്ഥാവകാശത്തിൽ ആണ് പ്രശ്നം. വില കൊടുത്ത് വാങ്ങിയത് സ്വന്തം മുതലാണോ അന്യൻ്റെ മുതലാണോ, അഥവാ വിൽപ്പന നടത്തിയത് തനിക്ക് അധികാരമുള്ളതാണോ ഇല്ലാത്തതാണോ, ഇതാണ് അവിടുത്തെ വിഷയം. അതാണ് വിഷയം. പിന്നെന്താ വിഷയം? പിന്നെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അവകാശവാദം ഉയർന്നത് മുതലാണോ അല്ലെങ്കിൽ ആ വഖഫ് ആയതുകൊണ്ടാണോ? അല്ല, അവിടെ അതാണ് പറയുന്നത്. അവിടുത്തെ ഉടമസ്ഥാവകാശം വഖഫിനാണ് ഉള്ളത് എന്നതിന് രേഖയുണ്ടെന്നാണ് സംരക്ഷണ സമിതി പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഭൂമി കൃത്യവിലോപം കാണിച്ച് വിൽപ്പന നടത്തി എന്നതാണ് അവിടുത്തെ വിഷയം എന്നല്ലേ നമുക്ക് ഈ പുറത്ത് ലഭ്യമാകുന്ന അറിവുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ തെറ്റ് ചെയ്ത കൃത്യമായ ആളെ അന്വേഷിക്കുന്നതിന് പകരം ഇതിനൊരു സാമുദായിക വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവന്ന് മറ്റൊരു തലത്തിലേക്ക് തിരിച്ചുവിടുന്നതാണോ ശരി? അതെ, ആ പ്രശ്നം പരിഹരിക്കേണ്ടത് നമ്മളല്ല, അത് ഗവൺമെൻറ്റാണ്. അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവാം. അത് വേഗം കൂട്ടാൻ വേണ്ടി നമുക്ക് ആവശ്യപ്പെടാം. മുൻപത്തെ പ്രശ്നത്തിൽ ഗവൺമെൻറ് അന്വേഷണം നടത്തി പരിഹാരം ത്വരിതഗതിയിലാക്കണം എന്ന് SYS ആവശ്യപ്പെടുന്നു. വേറെന്തെങ്കിലും വിഷയങ്ങൾ ഞങ്ങളുടെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടതുണ്ടെങ്കിൽ ഓരോ ജില്ലയിലും ഒരു ദിവസമാണ്. ഇന്ന് രാത്രിയോടുകൂടി എറണാകുളത്ത് അവസാനിക്കും. ഇന്ന് വൈകിട്ട് 4 മണിക്ക് മെറൈൻ ഡ്രൈവിൽ നിന്ന് ടൗൺ ഹാൾ പരിസരത്തേക്കൊരു സൗഹൃദ നടത്തം, അതിലെല്ലാ
വിവിധ മതത്തിൻ്റെയും കക്ഷിയുടെയും എല്ലാ ആളുകളും ചേർന്നുകൊണ്ടുള്ളൊരു കൂട്ടനടത്തമാണ് മാനവികതയ്ക്ക് വേണ്ടിയുള്ള. നിങ്ങളെല്ലാവരെയും ആ നടത്തത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അല്ല, അത് ഓപ്പൺ ടു ഓൾ ആണ്. അതിലെല്ലാ ആളുകളും പങ്കെടുക്കും. ഒരു മിനിറ്റ് സാർ. ആ അതെ. വളരെ ലഘുവായ ഒരു സെന്റൻസിലേക്ക് ത്വരിതപ്പെടുത്തണം എന്നുള്ള സെന്റൻസിലേക്ക് ആവശ്യപ്പെടുമ്പോൾ നേരത്തെ പറഞ്ഞ ആ മനുഷ്യപ്പറ്റ് പൂർണ്ണമായും പാലിക്കപ്പെടാതെ പോയി എന്ന് ആരോപിച്ചു കഴിഞ്ഞാൽ ആ ആരോപണം ശരിയല്ല എന്ന് പറയും. കാരണം ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിലുള്ളൊരു വിഷയത്തിൽ ഒരു കേവലം സാമൂഹ്യ സംഘടനയ്ക്ക് പ്രത്യേകമായ റോളില്ല. സാമൂഹ്യ സംഘടനക്കുള്ള റോള് മറ്റെല്ലാ സംഘടനകളും ഒന്നിച്ച് ചെയ്യുന്നതിൽ പങ്കാളിയാവുക എന്നതാണ്. അതാണ് മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. SYS തന്നെ പരിഹരിക്കണമെന്ന് പറയാം. SYSന് എന്തെങ്കിലും റോളുണ്ടോ? ഒന്നിതിൻ്റെ വഖഫ് മാനേജ്മെൻറ്റ് നമ്മുടെ കയ്യിലില്ല, താമസിക്കുന്നതും നമ്മളല്ല, അധികാരവും ഇല്ല. പിന്നെ SYS എങ്ങനെ ഇതിൽ പരിഹരിക്കുക? നിങ്ങളെന്ത് ചോദിച്ച്? എന്താണത്? വിവാഹം എന്ന് പറഞ്ഞില്ലെങ്കിലും ധൂർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ വിവാഹവും പെടും, മറ്റുള്ള എല്ലാ തരത്തിലുള്ള ധൂർത്തുകളും പെടും. തീർച്ചയായും ഞങ്ങൾ ആ വിഷയങ്ങളിൽ ബോധവൽക്കരണം നടത്തുന്നുണ്ട്. കൂടുതലായി ഈ വിഷയത്തിലേക്ക് കടന്നു വരാനുള്ള ഉദ്ദേശ്യമുണ്ട്. ചൂണ്ടിക്കാണിച്ചതിന് നന്ദി. സ്ത്രീധനം നിർബന്ധിതമായി ചോദിക്കുകയും അതിൻ്റെ പേരിലൊരു പ്രശ്നങ്ങളൊന്നും സമീപകാലത്തൊന്നും ഞങ്ങളാരും കേട്ടിട്ടില്ല. ഞങ്ങളൊക്കെ ഒരുപാട് വിവാഹ തീർപ്പുകൾക്കും അതിൻ്റെ കാർമ്മികത്വമൊക്കെ വഹിക്കുന്നവരാണ്. സ്ത്രീധനം എന്നൊരു വിഷയം ചർച്ചയെ ഇന്നാകാറില്ല. അതിൻ്റെയൊക്കെ ഒരു 10-20 വർഷം മുമ്പാണ് അത്തരം വിഷയങ്ങളുണ്ടായിരുന്നു. മുസ്ലിം സമുദായത്തിൽ സ്ത്രീധനം എന്ന ഒരു ചർച്ച തന്നെ ഇപ്പോഴില്ല. പിന്നെ കൊടുക്കലും വാങ്ങലും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ദാനങ്ങൾ ചെയ്യാറുണ്ടാകും. അല്ലാതെ അങ്ങനെയുള്ളൊരു വിഷയം എന്നാണ് ഉണ്ടായത് ഇവിടെ മുസ്ലിം സമുദായത്തിൽ? മുസ്ലിം സമുദായത്തിലോ? ഈ അല്ല ഞാനത് ബോധപൂർവമാണ് പറയുന്നത്. എന്തായാലും അങ്ങനെ ഉണ്ടെങ്കിൽ, മലബാറിലൊന്നും എന്തായാലും ഇല്ല, അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ബോധവൽക്കരണത്തിലൂടെ പൂർണ്ണമായും ഇല്ലാതാക്കുക തന്നെയാണ് വേണ്ടത്. ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും ഇല്ല. അതെ 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 അതിനെതിരെ അതിൽപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഞങ്ങളുടെ ക്യാമ്പയിൻ്റെ ഭാഗത്തിൽ അതും പെടുന്നത് തന്നെയാണ്. നമ്മൾ മാത്രമല്ല, എല്ലാവരും ബോധവൽക്കരണം, രാഷ്ട്രീയ സംഘടന വരെ ബോധവൽക്കരണം നടത്തിയത് കൊണ്ടാണ് അത് സത്യത്തെ ഒറ്റപ്പെട്ട സംഭവങ്ങളായി മാറിയത്. എല്ലാ രാഷ്ട്രീയ സംഘടനകളും മതസംഘടനകളും ആ വിഷയത്തിൽ ബോധവൽക്കരണം നടത്തുന്നുണ്ട്. നമ്മളെല്ലാവരും ചേർന്ന് നടത്തിയൊരു സാമൂഹ്യ ദുരന്തമായിരുന്നു ഒരു കാലത്തത്. ഇപ്പോൾ അത് വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ഇനി അത് തുടരണം തീർച്ചയായിട്ടും. അതിലൊന്നും നമുക്കിടയിൽ വളരെ സൗഹാർദ്ദപരമായ സമയത്ത് പഴയ സംഭവം അതിപ്പോൾ ഒരാഴ്ചയിലധികമായി എല്ലാ പത്രക്കാരും ചോദിച്ചു കഴിഞ്ഞൊരു വിഷയമാണ്. നമ്മളുടെ പ്രധാനപ്പെട്ടൊരു വിഷയം അതാണ്. നമ്മൾ വിഷയമായി കാണുന്നത് വിഷയമാകേണ്ടതിനെ അല്ല, അല്ലാത്തതിൽ വലിയ താല്പര്യമാണെന്നുള്ളതാണ്. വിദ്യാഭ്യാസം, കർഷകരുടെ പ്രശ്നങ്ങൾ, അതുപോലെ മാലിന്യ പ്രശ്നം, ഇതൊന്നും ചർച്ചയ്ക്ക് വിഷയീഭവിക്കുന്നേ ഇല്ല. അതിലെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് എവിടെയും വാർത്തയും അല്ല. അതിലാരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതും വാർത്തയല്ല. അതിൽ അക്ഷരത്തെറ്റ് വല്ലതും വന്നാൽ അത് മാത്രമാണ് വലിയ വാർത്ത.
അല്ല, ഇതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ പറഞ്ഞത് 1000 കുട്ടികളുടെ വിവാഹം നടത്തി SYS എന്ന് പറഞ്ഞൊരു വാർത്ത കൊടുത്താൽ 1000 എന്നുള്ളതിൻ്റെ അക്ഷരം ഏതെന്നുള്ള മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. അതേസമയത്ത് ഇതൊരു വലിയൊരു സേവനമാണ് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് കൊടുക്കുമ്പോൾ 2000 ഞാനും ചെയ്യട്ടെ എന്ന് മറ്റൊരാൾ ആലോചിക്കാൻ കാരണമായി തീരും. അതിനു പകരം നിസ്സാരമായ കാര്യങ്ങളെ അല്ലെങ്കിൽ കാലഹരണപ്പെട്ട എല്ലാം കഴിഞ്ഞു പോയ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ള ഒരു രീതിയിൽ നിന്ന് ഞാൻ ഇദ്ദേഹം പറഞ്ഞതിനെ കുറിച്ചല്ല, പൊതുവായിട്ട് നമ്മൾ മാറേണ്ട ഒരു ആശയത്തെക്കുറിച്ച് പറഞ്ഞതാണ്. ഈ മാനവസഞ്ചാരം എന്ന പേര് തന്നെ നല്ലൊരു പുതുമയുള്ള പേരാണ്. അതിൽ തന്നെ രസകരമായ കുറെ 6000 സൗഹൃദ ചായ, ഒരുമിച്ചുള്ള നടത്തം, ഇങ്ങനെയുള്ള കുറെ പുതുമകളുണ്ട്. പുതുമകളല്ല, തന്നെയാണ്. 2 മനുഷ്യർ ഒരുമിച്ച് നടന്നാൽ തന്നെ തീരാവുന്ന കുറെ പ്രശ്നങ്ങൾ. ഒരുമിച്ച് നടക്കാറില്ല, ഒരുമിച്ച് കാണാൻ തന്നെ ശ്രമിക്കാറില്ല. ഒരുമിച്ചുള്ള നടത്തം അത് 2 അല്ല 10 അല്ല 100 കണക്കാണ് കുറെ കൂടി ഒരുമിച്ചുള്ള നടത്തങ്ങൾ. പ്രഭാത നടത്തത്തിൽ ഒരുമിച്ച് നടക്കുന്നവരുടെ കുറേയുള്ള സംഘർഷങ്ങളും മറ്റു വളരെ കുറവാണെന്ന് പഠനങ്ങൾ വരെയാണ്. അതൊന്ന് നമ്മുടെ കൂടെ ഷെയർ ചെയ്ത് പറയുന്നത്. ഇത്തരം ആശയങ്ങളൊക്കെ എങ്ങനെയാണ് സംഘടന ഈ ഇതിൽ കൊണ്ടുവന്നത്? ഇതിന്റെ വേറെ വല്ല പരിശ്രമമുണ്ടായിരുന്നു? എങ്ങനെയാണ് മാനവസഞ്ചാരത്തിൽ ഇത്തരം ആശയങ്ങൾ? ഇസ്ലാമിക സംഘടനയുടെ പൊതുവായ രീതി അതാതു കാലങ്ങളുടെ മനുഷ്യരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെ എന്ന് പഠിക്കുക, ആ രീതിയിലുള്ള കാര്യങ്ങൾ ആവിഷ്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് മാനവിക അകൽച്ച കൂടുന്ന ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ചെറിയ സൂചനകൾ ഉണ്ടായപ്പോഴാണ് അത് കൂടുതൽ അടുപ്പിക്കുക. പഴയ കാലത്തൊക്കെ നാട്ടിൽ നടന്നിരുന്ന സമ്പ്രദായങ്ങളാണിത്. നേർച്ചകളും അതുപോലുള്ള കൂടിയിരിപ്പുകളൊക്കെ നാട്ടിൽ വല്ലാതെ ഉണ്ടായിരുന്നു. ഇന്ന് അത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കുറഞ്ഞു. മാത്രമല്ല ഈ മതങ്ങളും മറ്റുമൊക്കെ ഈ കൂടിച്ചേരുന്ന അവസരങ്ങൾ കുറഞ്ഞു വന്നു. അപ്പോൾ അത് വീണ്ടും പുനർജീവിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു ലക്ഷ്യത്തിൻ്റെ കീഴിലുള്ളത്. തീർച്ചയായും ഞങ്ങളുടെ ഈ യാത്രയിൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിംകളും അതുപോലെ പരസ്പരം കാണാൻ ആഗ്രഹിക്കാത്ത മറ്റ് പ്രസ്ഥാനങ്ങളിലും ഒക്കെയുള്ള ആളുകൾ, അങ്ങനെയുള്ളവരെല്ലാം ചേർന്നുകൊണ്ടാണ് ഈ യാത്ര നടന്നിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരം യാത്ര കാണുമ്പോൾ ബോധ്യപ്പെടും ഇൻഷാ അല്ലാഹ് അതൊരു തികഞ്ഞ സൗഹാർദ്ദത്തിൻ്റെ ഒരു അടയാളമായിരിക്കും. മാനവികത ഉയരട്ടെ, സൗഹാർദ്ദം വിളയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇൻഷാ അല്ലാഹ്. നിർത്തല്ലേ? സന്തോഷം. സുന്നികൾ തമ്മിൽ നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. സുന്നി ആശയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കുറേ സംഘടനകളുണ്ട്. അത് ഉണ്ടാവുമല്ലോ. വാർത്തകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പത്രങ്ങളുണ്ടാകും. അതിനൊരു പത്രം മതി എന്ന് പറയുന്നില്ലല്ലോ. അതുപോലെ സുന്നി ആശയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി നിരവധി സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നല്ലാതെ സംഘടനകൾക്കിടയിൽ ഇന്ന് സംഘർഷങ്ങളില്ല. അന്തരീക്ഷം വളരെ സൗഹൃദപരമാണ്. നിങ്ങൾ കാണുന്നില്ലേ? അതെ അതെ, അതെല്ലാവർക്കും അറിയാം. നേരത്തെ വലിയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാലക്രമേണ അതെല്ലാം പരിഹരിച്ചു. ഇപ്പോൾ സുന്നി സമൂഹം വലിയ സൗഹാർദ്ദത്തിലാണ് ഉള്ളത്. ഒരുമിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പത്രക്കാരൊക്കെ ഒന്നിച്ചല്ലേ പോകുന്നത്? അതുപോലെ ഓരോ ഓഫീസിലേക്ക് പോകും. അതേ രീതിയിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഈ യാത്ര അവസാനിക്കുന്നതിന് മുമ്പായിട്ട് സുന്നി ഐക്യവുമായി ബന്ധപ്പെട്ട കാര്യമായ ചില വസ്തുതകൾ പുറത്തു വരും. ഈ യാത്ര മാനവസഞ്ചാരം സൗഹൃദ നടത്തത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ SYSൻ്റെ 70ാം വാർഷികം, അതാണ് പ്ലാറ്റിനം ഇയർ പ്രോഗ്രാം, തൃശ്ശൂരിൽ വെച്ചാണ് ഡിസംബർ 27, 28, 29 തീയതികൾ നടക്കുന്നത്. അതിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു. ഈ മാനവിക യാത്ര ഇതൊരു നല്ല കാര്യമാണെന്ന് എല്ലാവർക്കും തോന്നില്ലേ?
ഇതിലുള്ള കാര്യങ്ങളെ ഒന്ന് നന്നായി വാർത്തയാക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് എല്ലാവരോടും.